ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് റോസ്റ്റാണ്. അതിനായിട്ട് ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു നാരങ്ങ പിഴിഞ്ഞതിലൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിരുമ്മി ആവശ്യത്തിന് വേവ് തന്നെ വരെ കുക്കറിലിട്ട് വേവിക്കുക. ബീഫിന് നല്ല വേവ് വേണ്ടതുകൊണ്ട് തന്നെ 5-6 വിസിലെങ്കിലും മിനിമം കേൾക്കണം. അതിന് ശേഷം ബീഫ് വെന്തതിന് ശേഷം നമുക്ക് ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായി മൂത്ത് വരണ വരെ ഇതെല്ലാം കൂടി കൂട്ടി ഇളക്കുക. അത് മൂത്തെന്ന് ഉറപ്പായ ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതും നന്നായി ഇളക്കി വഴട്ടിയെടുക്കുക. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ആവശ്യമായ 2-3 പച്ചമുളകും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 8-10 ചെറിയ ഉള്ളി അതരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ സവാളയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് നന്നായി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് റെഡിയായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് നമ്മുടെ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കുക. മസാലയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ലായിരുന്നു. ഈ വെള്ളം ബീഫിൽ നിന്ന് തന്നെ ഊർന്നിറങ്ങിയ വെള്ളമാണ്. ബീഫ് വേവിക്കുന്ന വെള്ളവും ഇതിൻ്റെ ഒപ്പം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ആ മസാലയൊക്കെ ചേർന്ന് ഗ്രേവി ആകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അതിന്. അതിനി അടുപ്പത്ത് വെച്ച് നമുക്ക് ആവശ്യാനുസരണം ഇളക്കി ചേർത്ത് കൊടുക്കുക. ഗ്രേവി വേണ്ട അത് റോസ്റ്റ് ആക്കാനാണെങ്കിൽ ഒരു 10 മിനിറ്റോളം ഇത് അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കിക്കൊണ്ട് തന്നെ വെക്കുക. അപ്പോൾ അതൊരു റോസ്റ്റ് പരുവത്തിലാവും. അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നല്ല ഒരു ഫ്ലേവർ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് മലയാളികൾക്ക് ബീഫ് ഒരു വികാരമെന്ന് പറയണ പോലെ പൊറോട്ടയും ബീഫ് റോസ്റ്റും അല്ലെങ്കിൽ നല്ല ചോറും മോരുകറിയും ബീഫും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.